ദൈവത്തിന് സ്തോത്രം. മഹാമനസ്കത അഥവാ ജനറോസിറ്റി ഒരു ദൈവിക മനോഭാവമാണ്. സ്വാർത്ഥതയോടെ എല്ലാം കൈയടക്കി വയ്ക്കുന്നതിന് പകരം പങ്കുവയ്ക്കുന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായ തുറവിയുള്ള ഒരു മനസ്സാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. രണ്ടു തരം മനോഭാവങ്ങളെ പറ്റിയുള്ള സദൃശ്യവാക്യത്തിലെ പ്രസ്താവന വാസ്തവത്തിലൊരു സമഗ്ര വ്യക്തിത്വ വിശകലനമാണ്. 11-ാം അധ്യായം. ഒരാൾ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ ധനികനാകുന്നു. നൽകേണ്ടത് പിടിച്ചു വച്ചിട്ടും മറ്റൊരുവൻ്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും. ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും. ധാന്യം പൂഴ്ത്തി വയ്ക്കുന്നവനെ ജനങ്ങൾ ശപിക്കുന്നു. അത് വിൽപ്പനയ്ക്ക് വയ്ക്കുന്നവനെ അവർ അനുഗ്രഹിക്കുന്നു. സദൃശവാക്യം 11-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഉദാരമായി കൊടുക്കുന്നവരും പങ്കിടാതെ സ്വാർത്ഥമായി കൂട്ടിവയ്ക്കുന്നവരും മനുഷ്യർക്കിടയിലെ 2 തരം സ്പെസിമനുകളാണ്. ചെളിവെള്ളം നിറഞ്ഞ ചതുപ്പ് നിലവും നദിയും പോലെയാണ് സദൃശവാക്യത്തിൽ പറയുന്ന 2 തരം മനസ്സുകൾ. നദിയുടെ പ്രത്യേകത എന്താണ്? അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നതും വളരെ ഫ്രഷും മത്സ്യ ജീവജാലങ്ങളെ കൊണ്ട് സമ്പന്നവുമാണ്. നദിയുടെ തീരത്ത് മനുഷ്യരും പക്ഷികളും മൃഗങ്ങളുമൊക്കെ ഭക്ഷണത്തിനും ദാഹം തീർക്കാനും വിശ്രമത്തിനുമായി എത്തും. അവരെല്ലാം വളരെ സംതൃപ്തരായിട്ടാണ് അവിടെ നിന്ന് മടങ്ങുന്നത്. തനിക്കുള്ളതെല്ലാം ലഭിച്ചതാണെന്നും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്ന ഒരു കാര്യവിചാരകത്വം മാത്രമാണ് ദൈവം തന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്നും ചിന്തിക്കുന്നവർ വാസ്തവത്തിൽ റിവർ മെൻറ്റാലിറ്റിക്കാരാണ്. റിവർ മെൻറ്റാലിറ്റി. പിടിച്ചു വയ്ക്കുന്നതിലല്ല, കൊടുക്കുന്നതിലാണ് അവർ സന്തോഷിക്കുന്നത്. കണ്ടുമുട്ടുന്നവരെയെല്ലാം അവർ നന്മ കൊണ്ടും സ്നേഹം കൊണ്ടും സംതൃപ്തരാക്കും. എന്നാൽ ചതുപ്പ് നിലം എങ്ങനെയാണ്? അത് നദിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. സുരക്ഷിതത്വമില്ലാത്ത അപകട മേഖലയാണ് ചതുപ്പ് നിലം. കെട്ടിക്കിടക്കുന്ന മലിനജലവും ദുർഗന്ധവുമാണ് അതിലെപ്പോഴും. മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും കാര്യമായി പ്രയോജനപ്പെടാത്ത ഒരു നിഷ്ഫല പ്രദേശമാണത്. വിശ്രമിക്കാനും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും ദാഹം തീർക്കാനും വേണ്ടി ജീവജാലങ്ങളൊന്നും അവിടെ എത്താറില്ല. ചതുപ്പ് നിലത്തിൻ്റെ ദുരവസ്ഥയിൽ നിന്ന് റിവർ മെൻ്റൽ സെറ്റിലെത്താൻ ഞാൻ ഇനിയും വളരെ വളരെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവാണ് ഈ ചിന്തകൾ എന്നിൽ ഉണ്ടാക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ മനസ്സും മനോഭാവവും ഇതിൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? കുലപതിയും കുടുംബനാഥനുമായിരുന്ന
ഇസ്ഹാക്ക് സങ്കുചിതമായ മെൻ്റൽ സെറ്റോടെയായിരുന്നു മക്കൾക്ക് അനുഗ്രഹം പങ്കുവച്ചത്. ഭക്ഷണപ്രിയനായ അദ്ദേഹം വേട്ടയിറച്ചി തരുന്ന ഏശാവിനെയാണ് അമിതമായി സ്നേഹിച്ചിരുന്നത്. അവന് മാത്രം കൊടുക്കാൻ ഒരനുഗ്രഹം അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ഭർത്താവിൻ്റെ സ്വാർത്ഥ മനസ്സറിഞ്ഞ റിബേക്ക മകൻ യാക്കോബിനെ കപടവേഷം കെട്ടിച്ച് അനുഗ്രഹം തട്ടിയെടുത്തു. ചതി തിരിച്ചറിഞ്ഞ ഏശാവ് ചോദിച്ചു, അപ്പാ, എനിക്ക് ഒരനുഗ്രഹവും കരുതി വച്ചിട്ടില്ലേ? നിനക്ക് ഒരനുഗ്രഹം മാത്രമാണോ ഉള്ളത്? എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് അവൻ അപ്പൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു. അനുഗ്രഹത്തിൻ്റെ അധിപതിയായ ദൈവത്തിൽ നിന്ന് അനവധി അനുഗ്രഹങ്ങൾ സ്വീകരിച്ച ഇസ്ഹാക്കിന് മക്കൾക്ക് ഉദാരമായി അനുഗ്രഹം കൊടുക്കുന്ന മനസ്സുണ്ടായിരുന്നില്ല. മക്കൾ പലതരവും പലവിധവുമൊക്കെ ആയിരിക്കാം. പക്ഷേ അവരിലേക്കെല്ലാം അനുഗ്രഹങ്ങൾ അളവില്ലാതെ ഒഴുക്കുന്ന റിവർ മെൻ്റൽ സെറ്റായിരിക്കണം മാതാപിതാക്കളുടേത്. അതിൽ വിവേചനം കാണിക്കരുത്. മക്കൾക്കും ജീവിത പങ്കാളികൾക്കും സമൂഹത്തിനും കൊടുക്കാൻ നന്മയുടെ നനവും ഉറവുമില്ലാത്ത സ്വാർത്ഥ മനസ്സ് വ്യക്തിബന്ധങ്ങളിൽ തീർച്ചയായും പ്രതിസന്ധികളുണ്ടാക്കും. കൊടുക്കുന്ന കരങ്ങളും ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന വാക്കുകളുമൊക്കെ ഉള്ളവർ ശ്രേയസ്സുറ്റ പുണ്യജന്മങ്ങളാണ്. സകല ജീവജാലങ്ങൾക്കും ജലം പകർന്നുകൊണ്ടിരിക്കുന്ന നദികളെ പോലെ റിവർ മെൻ്റൽ സെറ്റുള്ളവരിൽ നിന്ന് നന്മയും കാരുണ്യവുമൊക്കെ അനുസ്യൂതമായി ഒഴുകിക്കൊണ്ടേയിരിക്കും. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ശ്രേയസ്കരമെന്ന് ചിന്തിക്കുന്നവരിലൂടെ ദൈവം ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന കൃപയുടെ ചാലകശക്തിയാണ് ഇപ്പോൾ ലോകത്തിന് ചൈതന്യം പകർന്നുകൊണ്ടിരിക്കുന്നത്. അവരിലേക്കും അവരുടെ തലമുറകളിലേക്കും അനുഗ്രഹ നദി അനവരതമായി ഒഴുകിക്കൊണ്ടിരിക്കുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യ ലേഖനം 9-ാം അധ്യായത്തിൽ പറയുന്നത്. സത്യമിതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമർത്ഥമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകാൻ കഴിവുള്ളവനാണ് ദൈവം. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി. അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും
അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും. ദൈവമേ, ആവശ്യക്കാർക്ക് മുമ്പിൽ ഉപാധികളില്ലാതെ തുറക്കുന്ന ഹൃദയവും കൊടുക്കുന്ന കരങ്ങളും നാഥ ഞങ്ങൾക്ക് തരയണമേ. ഒഴുകുന്ന നദിയിലേക്ക് പെരുവെള്ളപ്രവാഹമായി ആകാശത്തു നിന്നും പെരുമഴ പെയ്യ്ക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ സഹായിച്ചിട്ടുള്ളവരെ നന്മകളാൽ നിറച്ച് സമ്പന്നരാക്കി അനുഗ്രഹിക്കണമെന്ന് യേശുക്രിസ്തുവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.